ജ്യോതിഷപ്രകാരം കാണുന്നതനുസരിച്ച് ഈ കർക്കിടകവാവ് ദിവസം, അതായത് ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് കഷ്ടകാലങ്ങളും അനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരു ദിവസമായിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തീർത്തും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സങ്കടകരമായ ഫലങ്ങൾ നൽകുകയും, ഇനി പറയുവാൻ പോകുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവഹാനി വരെ ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള ഒരു സമയവും കൂടിയാണ് ഈ കറുത്ത വാവ് ദിവസം എന്ന് പറയുന്നത്. അതായത് അന്നേ ദിവസത്തെ ഗ്രഹസ്ഥാനങ്ങളുടെയും ഗ്രഹസ്വാധീനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഇരുട്ട് ജീവിതത്തെ മുഴുവനായി മൂടുന്ന തരത്തിലുള്ള സമയം ഈ നക്ഷത്രക്കാരിൽ വന്നു ചേരുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും നിങ്ങൾ തരണം ചെയ്തിട്ടുള്ളവരാണെങ്കിലും, ഈ കർക്കിടകവാവ് ദിവസത്തെ ഇനി പറയുവാൻ പോകുന്ന 9 നക്ഷത്രക്കാർ നിസാരമായി കാണരുത്. ഇനി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പറയുവാൻ പോകുന്ന ഫലങ്ങൾ സ്ത്രീ പുരുഷ ഭേദമില്ലാതെയും പ്രായവ്യത്യാസമില്ലാതെയും എല്ലാവർക്കും തന്നെ ബാധകമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുവാൻ പോകുന്ന ഒരു നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ അധ്യായത്തിൽ പറയുന്ന പരിഹാരം നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ കർക്കിടകവാവ് ദിവസം ചില അനർത്ഥങ്ങൾ നേരിടേണ്ടി വന്നേക്കാവുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും, ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെപ്പറ്റിയും, അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട പരിഹാരത്തെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി പറയുവാൻ പോകുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ അധ്യായത്തിൽ പറയുന്ന പരിഹാരം അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുകയും, ഇനി ആ വ്യക്തി നിങ്ങൾ തന്നെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പരിഹാരം ചെയ്യുകയും വേണം. ഇനി ഈ കർക്കിടകവാവ് ദിവസം ഒരു കരിനിഴൽ പോലെ അനർത്ഥം പിന്തുടരുന്നതായി ഫലപ്രകാരം തെളിഞ്ഞു കാണുന്ന 1-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്തിൻ്റെ ആഘാതം എന്ന തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ടാവും എന്നതാണ് ഒരു സത്യം. കാരണം അത്രയേറെ ദുർഘടം പിടിച്ച ഒരു സമയമായിട്ടാണ് ആയില്യം നക്ഷത്രക്കാരിൽ ഈ കർക്കിടകവാവ് ദിവസവും അതിനോട് അടുക്കുന്ന സമയവും കാണപ്പെടുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ, ചില കഷ്ടകാലങ്ങളും കണ്ണുനീരും നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയത്തക്ക രീതിയിൽ വന്നു ചേർന്നേക്കാവുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടകവാവ് ദിവസം ആയില്യം നക്ഷത്രക്കാർ നിങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഉപരിയായി മറ്റൊരു കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ ജീവനോ ആരോഗ്യത്തിനോ ആപത്ത് വരുന്ന തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യുവാൻ ആരൊക്കെ നിർബന്ധിച്ചാലും നിങ്ങൾ അതിന് മുതിരരുത്. പ്രത്യേകിച്ച് സാഹസിക പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആയില്യം നക്ഷത്രക്കാരും വാഹനം കൈകാര്യം ചെയ്യുന്ന ആയില്യം നക്ഷത്രക്കാരും എല്ലാം തന്നെ അന്നേ ദിവസം വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച കർക്കിടകവാവ് ദിവസം വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. അതായത് അന്നേ ദിവസം നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും തുനിഞ്ഞ് ഇറങ്ങുകയും ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെടുവാനുള്ള സാധ്യതയും, അതുപോലെ തന്നെ മാനസികമായി എന്തെന്നില്ലാത്ത ഒരു വിഭ്രാന്തി നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെയേറെയാണ്. ഒപ്പം തന്നെ കുടുംബകാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും എല്ലാം തന്നെ
ആയില്യം നക്ഷത്രക്കാർ അന്നേ ദിവസം വളരെ കരുതലുള്ളവർ ആയിരിക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സാമ്പത്തിക ഇടപാടുകൾക്കും ശുഭകാര്യങ്ങൾക്കും നിങ്ങൾ അന്നേ ദിവസം തിരഞ്ഞെടുക്കരുത്. ഇനി ഇതിലെല്ലാം ഉപരിയായി നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, അവർ ആയില്യം നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ സുരക്ഷ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കണം. ഇനി ഈ കർക്കിടകവാവ് ദിവസം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായി അന്നേ ദിവസം രാവിലെ തന്നെ ആയില്യം നക്ഷത്രക്കാർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട പരിഹാരത്തെപ്പറ്റി അവസാനം പറയുന്നുണ്ട്. ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച കർക്കിടകവാവ് ദിവസം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും അത്രയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരായി വരുന്നത് ചിത്തിര നക്ഷത്രക്കാരാണ്. അതായത് ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടനവധി പരീക്ഷണങ്ങൾ അനുഭവത്തിൽ വന്നേക്കാവുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും പ്രധാനമായി കർക്കിടകവാവ് ദിവസം തുടങ്ങുന്ന സമയം മുതൽ നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഭയവും സമാധാനക്കേടും ഉണ്ടാവുകയും അന്നേ ദിവസം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ദുഃഖിപ്പിക്കുകയും ചെയ്തേക്കാം. മാത്രമല്ല, ഈ ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള ശുഭകാര്യങ്ങളും ചിന്തിക്കുവാൻ പോലും ഉത്തമമല്ലാത്ത ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് കടം കൊടുക്കുക, വാങ്ങുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിത്തിര നക്ഷത്രക്കാർ ചെയ്യുവാനേ പാടില്ല. ഇനി ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികൾക്കും ഉപരിയായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജീവന് ആപത്ത് വരുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളിലും പോയി പെടാതിരിക്കുക എന്നതാണ്. അതായത് നിങ്ങൾ വെറുതെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ചില ആപത്തുകൾ പതിയിരിക്കുന്നുണ്ട് എന്നതാണ് അന്നേ ദിവസത്തെ ഫലത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ആ ഒരു ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷമ വളരെ കുറവുള്ള ഒരു ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് സംയമനം പാലിക്കണം. ഇല്ലായെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ തകരുവാനും തൊഴിൽ മേഖലയിൽ ചിലരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും ഇത് മതിയാകും. അപ്പോൾ എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഈ ഒരു സമയത്ത് പ്രാധാന്യം നൽകണം. അപ്പോൾ നിങ്ങളിലുള്ള ഈ ദോഷത്തെ അകറ്റി നിർത്തുവാൻ നിങ്ങൾ കൂടുതൽ ഈശ്വരാധീനം തേടേണ്ട ദിവസം കൂടിയാണ് ഇത്. അപ്പോൾ അന്നേ ദിവസം രാവിലെ തന്നെ ചിത്തിര നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇനി ഇതുകൂടാതെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാരം നിങ്ങൾ ചെയ്തേ മതിയാകും. ഇനി മൂന്നാമതായി ചില എടുത്തു പറയേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ഈ കർക്കിടകവാവ് ദിവസം ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്ന നക്ഷത്രക്കാരായി വരുന്നത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള ചില ദുർഘടം പിടിച്ച സാഹചര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് നിങ്ങളിൽ വന്നു ചേരുകയും അതുപോലെ തന്നെ ഉണ്ടായ പ്രതിസന്ധിയെ എങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാവുകയും ചെയ്യുന്ന സമയവും കൂടിയാണ് ഇത്. മാത്രമല്ല, വെറും പ്രതിസന്ധികൾ എന്നതിലുപരിയായി ചില മകയിരം നക്ഷത്രക്കാർക്ക് ജീവഹാനി വരെ ഉണ്ടായേക്കാവുന്ന സമയമാണ് ഈ കർക്കിടകവാവ് ദിവസം എന്ന് പറയുന്നത്. അതായത് ഏതോ ഒരു കർമ്മദോഷമോ പിതൃദോഷമോ നിങ്ങളെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില ദുരനുഭവങ്ങൾ മകയിരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുവാൻ ഈ ഒരു ദിവസം അത്രയേറെ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പിഴവ് കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ആപത്തിലേക്ക് ചെന്നുപെടാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അന്നേ ദിവസം ഏതെങ്കിലും ദൂരയാത്രകളൊക്കെ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന മകയിരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ തീരുമാനത്തെ നിങ്ങൾ പൂർണ്ണമായി മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതുപോലെ
നിങ്ങളുടെ വീട്ടിലെ കുട്ടികളായിരുന്നാൽ പോലും നിങ്ങൾ അന്നേ ദിവസം വളരെയേറെ ശ്രദ്ധിക്കണം. കൂടുതൽ ഈശ്വരാധീനം അന്നേ ദിവസം നിങ്ങളിൽ നിലനിൽക്കുവാനും ദോഷങ്ങൾ ഒരു പരിധിവരെ നിങ്ങളെ ബാധിക്കാതിരിക്കുവാനുമായി ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച രാവിലെ തന്നെ മകയിര നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ തന്നെ ഈ അധ്യായത്തിൽ പറയുന്ന പരിഹാരം നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. ഇനി ഈ കർക്കിടകവാവ് ദിവസം അതിനിർണായകമായ പല കാരണങ്ങൾ കൊണ്ടും ചില അനർത്ഥങ്ങൾ വരെ വന്നു ഭവിച്ചേക്കാവുന്ന തരത്തിൽ ഒരു ദോഷത്തിന്റെ നിഴൽ നിൽക്കുന്ന 4-മത്തെ നക്ഷത്രക്കാരായി വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർ അന്നേ ദിവസം ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് നിങ്ങളുടെ ജീവനാണ്. കാരണം ഈ കർക്കിടകവാവ് ദിവസം കാർത്തിക നക്ഷത്രക്കാർ നടന്നു പോകുന്ന വഴിയിൽ പോലും വളരെ വലിയ അപകടങ്ങൾ പതിയിരിക്കുവാൻ സാധ്യത കാണുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചില ക്ഷുദ്രജീവികളുടെ ഉപദ്രവം അന്നേ ദിവസം നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായി വരുവാനുള്ള സാധ്യത കാണുന്നു. മാത്രമല്ല, നിങ്ങൾ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്ന കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളാണെങ്കിൽ ഈ കറുത്തവാവ് ദിവസം നിങ്ങൾ ആ ഒരു പ്രവൃത്തി ഒഴിവാക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അത്രയേറെ ശ്രദ്ധിക്കുകയോ വേണം. ഒപ്പം തന്നെ കാർത്തിക നക്ഷത്രക്കാർ അന്നേ ദിവസം പെട്ടെന്നുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അതുപോലെ ഈ കർക്കിടകവാവ് ദിവസം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിലും ചില പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദിവസമായിരിക്കും. അതായത് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികളിൽ നിന്ന് തന്നെ വേദനാജനകമായ സംസാരങ്ങളും കുത്തുവാക്കുകളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരികയും അത് കുടുംബത്തിന് തന്നെ സമാധാനത്തെ ഇല്ലാതാക്കുകയും ചെയ്തേക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ വീടിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അത് ഉടനടി പരിഹരിക്കുവാൻ ശ്രമിക്കുക. ഇനി ഈ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനായി കാർത്തിക നക്ഷത്രക്കാർ അടുത്തുള്ള ഭഗവതി ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി പറയുവാൻ പോകുന്ന പരിഹാരവും ചെയ്തിരിക്കണം. ഇനി 5-മതായി ഈ കർക്കിടകവാവ് ദിവസം അപ്രതീക്ഷിതമായ എന്തൊക്കെയോ ആപത്തുകൾ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്ന നക്ഷത്രക്കാരായി വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അതായത് ഇനി വരുന്ന കറുത്തവാവ് ദിവസം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും അത്രയേറെ സങ്കീർണത നിറഞ്ഞ ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ഫലപ്രകാരം കാണുന്നത്. അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടകാലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും ആഴമേറിയ ചില ദുഃഖങ്ങളും അനർത്ഥങ്ങളും നിങ്ങളെ ബാധിച്ചേക്കാവുന്ന ഒരു ദിവസമാണ് ഈ കർക്കിടകവാവ് ദിവസം. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള കുഞ്ഞു കുട്ടികളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവർ എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും അന്നേ ദിവസം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇനി അതല്ല, പുറത്തേക്കൊക്കെ പോകുന്ന വലിയ കുട്ടികളാണെങ്കിൽ ഒരു സാഹസിക പ്രവർത്തികൾക്കും അന്നേ ദിവസം മുതിരരുത് എന്നുള്ളത് നിങ്ങൾ അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. ഇനി ലളിതമായ കർമ്മമേഖലകളിൽ ജോലി ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ നിലനിൽപ്പിന് കോട്ടം തട്ടുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. കാരണം അന്നേ ദിവസം നിങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ പിഴവുകൾ പോലും നിങ്ങളുടെ ജീവിതത്തെ വലിയ ദോഷത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇനി ഇതിനെല്ലാം പുറമെ ചില അനാവശ്യ തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ എന്നിവയൊക്കെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കുന്ന ദിവസം കൂടിയാണ് ഇത്. അപ്പോൾ ഈ ദോഷ സമയത്ത് കൂടുതൽ ഈശ്വരാധീനം ലഭിക്കുവാനായി ഈ കറുത്തവാവ് ദിവസം രാവിലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ തന്നെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാരം തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി 6-മതായി ഈ കർക്കിടകവാവ് ദിവസം അതിഭയാനകമായ ചില അനുഭവങ്ങൾ എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാവുന്ന നക്ഷത്രക്കാരായി വരുന്നത് മൂലം നക്ഷത്രക്കാരാണ്. ഏറ്റവും പ്രധാനമായി മൂലം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക്
അന്നേ ദിവസം ചില വ്യക്തികളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് തന്നെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയും മാനസികമായി വളരെയധികം സമ്മർദ്ദം നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ഒരു ദിവസവുമായിരിക്കും. കൂടാതെ തന്നെ ഈ കറുത്ത വാവ് ദിവസം എന്ന് പറയുന്നത് ഒരു ഇരുണ്ട മറ പോലെ എന്തോ ഒരു ആപത്ത് നിങ്ങളെ പിന്തുടരുകയും ചെറിയ ഒരു ശ്രദ്ധക്കുറവ് പോലും വലിയ അനർത്ഥത്തിന് വഴിവെക്കുകയും ചെയ്യും എന്നതാണ് സത്യം. അതിനാൽ തന്നെ മൂലം നക്ഷത്രക്കാർ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള അലംഭാവവും കാണിക്കുവാൻ പാടില്ലാത്ത ദിവസം കൂടിയാണ് ഈ കർക്കിടകവാവ് ദിവസം. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അധ്യായം കാണുന്ന മൂലം നക്ഷത്രക്കാരിൽ ചില ആളുകൾക്ക് ഇപ്പോൾ നിരന്തരമായി ആരോഗ്യത്തിൽ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വഷളാകുവാനും നിങ്ങൾ അശ്രദ്ധ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രതിസന്ധി കൊണ്ട് വലിയ ദുഃഖങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുവാനും സാധ്യത കാണുന്നു. അതിനാൽ തന്നെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ വൈദ്യസഹായം തേടുവാനും വിശ്രമിക്കുവാൻ തോന്നുമ്പോൾ വിശ്രമിക്കുവാനും മൂലം നക്ഷത്രക്കാർ മടിക്കരുത്. മാത്രമല്ല, പ്രായവ്യത്യാസം ഒന്നും തന്നെയില്ലാതെ സാഹസിക പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും വാഹന സംബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുത്ത ചില കാര്യങ്ങൾ അന്നേ ദിവസം നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ആ ഒരു ദിവസത്തെ ഒഴിവാക്കി നിങ്ങൾ വീണ്ടും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ കഴിയും. അപ്പോൾ ഈ അനർത്ഥം പതിയിരിക്കുന്ന ഈ ഒരു ദിവസത്തെ നല്ല രീതിയിൽ തരണം ചെയ്യുവാനായി നിങ്ങൾ അന്നേ ദിവസം രാവിലെ തന്നെ ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി ഏഴാമതായി വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ അടുത്ത പ്രശ്നം ജീവിതത്തിൽ ഉടലെടുക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും ഈ കർക്കിടകവാവ് ദിവസം അനുഭവത്തിൽ വരിക. ഏറ്റവും പ്രധാനമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്നതിലുപരിയായി ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ജീവഹാനി വരെ ഉണ്ടായേക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ദോഷസമയം നിങ്ങളിൽ കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് വാഹനമോടിക്കുവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളും അതല്ലാതെ വാഹനമോടിച്ച് ദൂരയാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമൊക്കെ ഈ കർക്കിടകവാവ് ദിവസം ആ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതാണ് നല്ലത്. കൂടാതെ തന്നെ എന്നും വാഹനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ ആണെങ്കിൽ പോലും ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും ചില അപകടങ്ങൾ നിങ്ങളിലേക്ക് വന്നു കയറുന്ന തരത്തിലുള്ള ഒരു ദോഷ സമയമായിട്ടാണ് അന്നേ ദിവസം നിങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ മറ്റുള്ള എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്നുള്ളതും നിങ്ങൾ മറക്കരുത്. ഒപ്പം തന്നെ ജീവിതത്തിലെ ചില പഴയ ഓർമ്മകൾ നിങ്ങളിലേക്ക് തിരികെ വരികയും അത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ വളരെയധികം മാനസികമായി അലട്ടുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത്. മാത്രമല്ല, ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിങ്ങൾ ഈ ഒരു ദിവസം എടുക്കരുത്. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങളുടെ വീട്ടിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ ഫോണിൽ വിളിച്ച് എവിടെയാണെന്ന് തിരക്കുകയും അവരുടെ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇനി ഈ ഒരു സമയത്ത് കൂടുതൽ ഈശ്വരപ്രീതി നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ കറുത്തവാവ് ദിവസം രാവിലെ തന്നെ അടുത്തുള്ള ഗണപതി ക്ഷേത്രം സന്ദർശിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ പറയുവാൻ പോകുന്ന പരിഹാരം നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ഇനി അടുത്തതായി ഈ കർക്കിടകവാവ് ദിവസം വളരെയധികം ജീവിതത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ്. അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ഓരോ വ്യക്തികളും പ്രായവ്യത്യാസമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും സൂക്ഷ്മത പുലർത്തേണ്ട ഒരു ദിവസമാണ് ഈ കറുത്തവാവ് ദിവസം എന്ന് പറയുന്നത്. കാരണം ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ചിന്തയിൽ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വലിയ ചില അനർത്ഥത്തിലേക്ക് തള്ളിവിടും എന്നതാണ്
ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ചില മാനസിക വിഷമതകൾ അവിട്ടം നക്ഷത്രക്കാരിൽ പിടിമുറുക്കുകയും അതിലൂടെ അന്നേ ദിവസം ചില തെറ്റായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരികയും ചെയ്തേക്കാം. എന്നാൽ ഇത് ജീവിതമാണെന്നും പ്രതിസന്ധികൾ ഉണ്ടാവും എന്നുമുള്ള തിരിച്ചറിവ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയേറെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ജീവന് ആപത്തായി വരുന്ന ഒരു തീരുമാനങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കുവാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാരുടെ യാത്രകളിലായിരുന്നാലും നിങ്ങളുടെ കർമ്മമേഖലകളിലായിരുന്നാലും, ഇനി നിങ്ങൾ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുമ്പോൾ ആയിരുന്നാൽ പോലും നിങ്ങൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അത്രയേറെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്ന അവിട്ടം നക്ഷത്രക്കാരും അന്നേ ദിവസം ദൂരയാത്രകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഈ വക കാര്യങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അതുമാത്രമല്ല, ഈ കർക്കിടവാവ് ദിവസം ചില അവിട്ടം നക്ഷത്രക്കാർക്ക് ശരീരമൊക്കെ വേദന അനുഭവപ്പെടുന്ന തരത്തിലുള്ള എന്തോ ഒരു രോഗാവസ്ഥ മൂർച്ഛിക്കുവാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ എന്ത് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നാലും നിങ്ങൾ ഉടനടി തന്നെ വൈദ്യസഹായം തേടുവാൻ മടിക്കരുത്. ഇനി ഈ ഒരു ദോഷ സമയത്തെ തരണം ചെയ്യുവാനായി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അന്നേ ദിവസം രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു പിഴവും കൂടാതെ അവസാനം പറയുവാൻ പോകുന്ന പരിഹാര കർമ്മവും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി അവസാനമായി, ഈ കർക്കിടവാവ് ദിവസത്തെ അതിനിർണായകമായ ഈ ഒരു സമയം അതിസൂക്ഷ്മമായി തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരായി വരുന്നത് പുണർദം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പുണർദം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെയും സാമ്പത്തിക തകർച്ചകളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾ നേരിട്ടിരുന്ന പ്രതിസന്ധികൾക്കെല്ലാം മുകളിലുള്ള ചില പ്രശ്നങ്ങളായിരിക്കും ഈ കർക്കിടവാവ് ദിവസം ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. ഇതിൽ തന്നെ ഒന്നാമതായി, ഈ കർക്കിടവാവ് ദിവസം പുണർദം നക്ഷത്രക്കാർ കുടുംബാംഗങ്ങളുമായുള്ള ഇടപെടലിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ വികാരഭരിതരായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ കുടുംബ ബന്ധങ്ങളിൽ വരെ വിള്ളൽ വീഴ്ത്തും. മാത്രമല്ല, അത്തരത്തിൽ അന്നേ ദിവസം ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല, പുണർദം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ദാമ്പത്യ ജീവിതത്തിലും ഈ ഒരു പ്രതിസന്ധി അന്നേ ദിവസം കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരത്തിലും പ്രവർത്തികളിലും നിങ്ങൾ വളരെയേറെ ശ്രദ്ധ പുലർത്തുക. ഇനി ഇതിനെല്ലാം പുറമെ ചില ആപത്തനർത്ഥങ്ങളാണ് പുണർദം നക്ഷത്രക്കാർക്ക് മുന്നിൽ ഈ കർക്കിടകവാവ് ദിവസം പതിയിരിക്കുന്നത്. അതായത്, നിങ്ങൾ വളരെ ലളിതമായ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ പോലും അതിൽ നിന്ന് ഒരു അപകടം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാഹസിക പ്രവർത്തികൾക്കും മുതിരാതെ ആ ഒരു ദിവസം നിങ്ങൾ തള്ളി നീക്കുക. ഒപ്പം തന്നെ വാഹനം ഓടിക്കുമ്പോഴും ഉയരത്തിൽ കയറിയുള്ള ജോലികൾ ചെയ്യുന്നവരും എല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള മക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരുടെ സുരക്ഷയ്ക്കും നിങ്ങൾ പ്രാധാന്യം നൽകണം. അപ്പോൾ ഈ കർക്കിടവാവ് ദിവസം രാവിലെ തന്നെ പുണർദം നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണ്. ഒപ്പം തന്നെ ഇനി പറയുവാൻ പോകുന്ന പരിഹാരവും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന 9 നക്ഷത്രക്കാരും ഈ കർക്കിടവാവ് ദിവസം രാവിലെ തന്നെ ചെയ്യേണ്ട പരിഹാര കർമ്മത്തെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. ഇതിൽ തന്നെ ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയുന്നവർ ആണെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം ഈ പരിഹാരം ചെയ്യുക. ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ കഴിയാത്ത ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പരിഹാരം മാത്രമായി ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു നാരങ്ങ എടുക്കുക. അതിനുശേഷം നാരങ്ങയിലേക്ക് 7 ഗ്രാമ്പു കുത്തിവെക്കുക. അതോടൊപ്പം തന്നെ ഒരു പിടി കല്ലുപ്പ്, കുറച്ച് കടുക്, 2 വറ്റൽമുളക് എന്നിവ എടുക്കുക. ഇവയെല്ലാം വലത് കൈയിൽ വേണം പിടിക്കുവാൻ. അതിനുശേഷം തല മുതൽ കാൽ വരെ
3 തവണയോ 7 തവണയോ ഒഴിയുക. അതിനുശേഷം ഇത് ജലത്തിൽ ഒഴുക്കി വിടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പാദസ്പർശനം ഏൽക്കാതെ ഏതെങ്കിലും ഭാഗത്ത് മണ്ണിൽ തന്നെ നിങ്ങൾക്ക് കളയുകയോ ചെയ്യാം. ഇനി തീരെ ചെറിയ കുട്ടികളൊക്കെ ഈ നക്ഷത്രക്കാരായി ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർക്കും അവരെ ഒഴിയാവുന്നതാണ്. അപ്പോൾ ഈ പരിഹാരം ചെയ്യുകയും ഈശ്വരാധീനം മുറുകെ പിടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദോഷ സമയത്തെ നിങ്ങൾക്ക് പിന്നെ ഭയക്കേണ്ടതില്ല. അതിനാൽ നിങ്ങൾ ഈ പരിഹാരം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കും ഈ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.